ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മൾ ഇന്ന് വേറെ ആരുമില്ല കേട്ടോ, ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അവരൊക്കെ എണീച്ചിട്ട് തന്നെ അല്ല. നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോകാം. പിന്നെ അവർക്കൊന്നും ആ ശീലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കത് പറ്റില്ല. നല്ല വെയിലായിരുന്നു, 10 മണിയിട്ടാണ് എണീക്കാൻ നല്ല വെയിലിട്ട് നേരെ അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മളടുത്തുള്ള മൊഹബത്ത് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടോ. കേരള റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ്, പിന്നെ അതുപോലെ പുറത്ത് നല്ല ചൂട് വെയിലായതുകൊണ്ട് രാവിലെ തന്നെ പുറത്ത് സിഗ്നൽ റോഡിൻ്റെ സൈഡിൽ കൂടെയുള്ള വരവൊക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോസൊക്കെ ഒഴിവാക്കി. നമ്മൾ നേരെ കൈ കഴുകിയിട്ട് നേരെ നമ്മൾ ഓർഡർ ചെയ്യായിരുന്നു. നമ്മളൊരു ചായയും പിന്നെ അതുപോലെ തന്നെ ഒരു സെറ്റ് ബൂരിയാണ് പറഞ്ഞത്. സംഭവമൊക്കെ വന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി നല്ല രസമുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. പിന്നെ ഇനി നമുക്ക് അവിടുത്തെ ഉച്ചക്ക് നമ്മൾ പുറത്തിറങ്ങുമ്പോഴുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പെരുന്നാൾ ദിവസത്തിൻ്റെ 2ാമത്തെ ദിവസമായി. ഇന്ന് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവർ രണ്ടാളും താഴത്തിറങ്ങിയിട്ട് കാറിലുണ്ട്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. കാറ് അവിടെ പാർക്ക് റെഡി ഉണ്ട്. അപ്പോൾ ഞാൻ എന്തോടെ ബുഡിയാണ് എനിക്കുമ്പോൾ. അപ്പോൾ നമ്മളിന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, അതിന് വേണ്ടി പോകാം കേട്ടോ. സമയം ഇപ്പോൾ എത്രയാണ്? 3 മണിയാണ്. 3:05 ആയിട്ടോ. പക്ഷെ വലിയ ചൂടൊന്നും പുറത്ത് കാണാനല്ല, ചെറിയൊരു മങ്ങലുണ്ട്. മഴക്കാറുള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഫുഡ് ഉണ്ടാവുമെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. ഇത് നമ്മൾ വന്നിരുന്ന വാക്കല്ലേ? നമ്മൾ ഫസ്റ്റ് കോപ്പാറിൽ വന്നിറങ്ങിയിട്ട് ഈവനിങ് സമയത്ത് ഇവിടെയാണ് വന്നിരിക്കുക ഗൈസ്. ഏതാ നില? ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിരിയാണിക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വെയിറ്റിങ്ങിലാണ്. ഫുഡിൻ്റെ വെയിറ്റിങ്ങിലാണ്. നമ്മൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിരിയാണിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ചിക്കൻ ഉണ്ട്, മട്ടൺ ഉണ്ട്, ബീഫുണ്ട്. ചിക്കൻ കഴിക്കാം. ഒന്നിന് ബീഫ് കഴിച്ചു, ഒന്ന് ചിക്കൻ കഴിക്കാം. ഇൻഷാല്ലാ നാളെ വീട്ടിലുണ്ടെങ്കിൽ മട്ടൺ കഴിക്കാം. തള്ളടിന് കുഴപ്പമില്ലല്ലോ. ഫുഡ് കഴിക്കും. സാറിന് വാങ്ങി കൊടുത്തു 3 മണി. ബിരിയാണി എടുക്കുക. 2 താങ്ക് യു. ആയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടായിട്ട് ഇങ്ങനെ പറഞ്ഞു. നമുക്കൊരു വീഡിയോ ഒന്നും വേണ്ട. ഇന്നെടുക്കണ്ട ആ ചോറും തമ്പി. എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പോൾ നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടാ. ഇനി എവിടെ അടുത്ത പരിപാടി? ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ ഇരിക്കണം ഗൈസ്. അതെന്താ പറഞ്ഞ പ്രശ്നം? ഞങ്ങൾ ഫുഡ് കഴിച്ചു, പക്ഷേ ഫുഡ് കഴിച്ച സ്ഥലങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേരളത്തിലെത്തി ഗൈസ്, മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ട്രാവൽ ചെയ്ത് ഇപ്പോൾ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. KL10 അല്ലേ? KL9 പാലക്കാട്, KL10 മലപ്പുറം.
നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. ഇനി ചെറിയൊരു വർക്കുണ്ട്, ഒരു സ്റ്റാഫിനെ സ്ഥലം വരെ കൊണ്ടുവിടാണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഷാ അള്ളാ വിചാരിക്കുന്നത് ഇത്ര ടവർ ഒന്ന് സന്ദർശിക്കാം, വിസിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇനി നേരെ പോയിട്ട് സ്റ്റാഫിനെ എടുക്കുന്നു. സ്റ്റാഫിനെ എടുത്തിട്ട് എൻ്റെ ഹോട്ടലിൽ കൊണ്ടാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ. ഞങ്ങൾ സൗദിൻ്റെ ഒരു മ്യൂസിയത്തിലേക്ക് വന്നതാണ് കേട്ടോ. ഇത്ര എന്നാണ് എൻ്റെ പേര്. പക്ഷേ നമ്മൾ നെക്സ്റ്റ് വീട്ടിൽ അതിന് മുമ്പിലെ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് ബ്ലോക്കാണ്. ഇന്ന് നമ്മൾ ഒരു 3 മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തി. പക്ഷേ അത്യാവശ്യം ഇഷ്ടംപോലെ കാറുകൾ, 100 എന്നൊന്നും പറയാൻ പറ്റില്ല, 200 മുകളിൽ കാറുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അകത്തേക്ക് കയറാൻ. വളരെ നല്ല രീതിയിൽ വെൽക്കം ടു ഇത്ര, പിന്നെ അതിനടുത്തുള്ള പൂക്കളൊക്കെ ഒരുക്കിയത് എന്ത് ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഞങ്ങളുടെ വാഹനം അകത്ത് കയറി കേട്ടോ. അകത്ത് കയറിയാലും നമ്മൾ ദൂരന്ന് നമ്മളിത് കാണുമ്പോൾ വളരെ അടുത്താണ് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ ഇതിലേക്ക് എത്താൻ അത്രയും സിസ്റ്റായിട്ട് അത്രയും വലിയ സ്ഥലത്താണിത് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒന്നാമത്. 2, അത്രയും സൗകര്യത്തോടുള്ള പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വാഹനങ്ങൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, എത്താനുള്ള സംവിധാനം. അത്രയും വലിയ പാർക്കിംഗാണ് ഒരുക്കിയിട്ടുള്ളത് ഓരോ ഭാഗത്തോട്ടോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രാവശ്യം ഒന്ന് കറങ്ങി നമുക്ക് അടുത്തെങ്ങാനും എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 പ്രാവശ്യം ഒന്ന് കറങ്ങി നോക്കിയിട്ടോ. പക്ഷേ അടുത്തൊന്നും പാർക്കിംഗ് സൗകര്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എത്ര ദൂരത്തു നിന്നാണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഫ്ലാഗ്, സൗദി അറേബ്യയുടെ ഫ്ലാഗ് ഇതിന് മുമ്പിലുണ്ട്. എത്രയോ വലുതാണെന്നറിയാം. നമ്മളതിൻ്റെ താഴെ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രങ്ങാനും വലിയൊരു ഫ്ലാഗാണ് വെച്ചിട്ടുള്ളത്. അത് നല്ല ഭംഗിയിൽ കാണാനും സാധിക്കുന്നുണ്ട്. അത് നമുക്ക് അത്രയും നല്ല ഭംഗിയിൽ അതിങ്ങനെ പാറി പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇത്ര നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, വീടിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇറങ്ങിയിട്ട് ഉള്ളിലെ വിഷ്വൽസ് ഇൻഷാ അള്ളാ കാണിക്കാം. ഓക്കെ. വണ്ടി കുറച്ച് അത്യാവശ്യം നല്ല ലോങ്ങിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ട്. അപ്പോൾ അങ്ങോട്ട് നടന്ന് ഇങ്ങനെ പോയിട്ട് ബാക്കി ഉള്ളിലെത്തിയിട്ട് ബാക്കി വിഷ്വൽസ് കാണിക്കാം. ഓക്കെ. അത്യാവശ്യം നല്ല റഷ് ഉണ്ടെന്ന്, കാരണം പെരുന്നാൾ 2ാം ദിവസമല്ലേ, അപ്പോൾ അതുകൊണ്ടില്ല ക്രൗഡ് അത്യാവശ്യം നല്ലതുണ്ട്. ഞങ്ങളങ്ങനെ സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ കൾച്ചറൽ സെൻ്ററായിട്ടുള്ള ദമാമിൽ ദഹറാനിലുള്ള ഇത്രയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രയിലുള്ളത് നമുക്ക് പ്രധാനമായിട്ടുള്ളത് അതിൽ ലൈബ്രറി സൗകര്യമുണ്ട്, മ്യൂസിയം ഉണ്ട്, അതേപോലെ ഒരു തിയേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ ലാബ്, പിന്നെ അതുപോലെ ഗാലറികൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. മെയിനായിട്ട് ഇതിൽ ഉള്ളത് ലൈബ്രറിയാണ്. നമുക്ക് ഏകദേശം 3 ലക്ഷത്തിലധികം ബുക്കുകളുണ്ടെന്നാണ് ഓൺലൈനിൽ നമുക്ക് തിരയുമ്പോൾ കാണാൻ കഴിയുന്നത്. ദിവസം തോറും പുതിയ ബുക്കുകളും മറ്റുള്ള കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഡിജിറ്റലായിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്. അതുപോലെ ഭാഷകൾ പറയുമ്പോൾ അറബിയും ഇംഗ്ലീഷും കൂടാതെ മറ്റുള്ള ഇൻ്റർനാഷണൽ എല്ലാ ഭാഷകളും അടങ്ങിയിട്ടുള്ളതുമുണ്ട്. നമുക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ശരിക്കും ലൈബ്രറിയുടെ ഫീല് നമുക്ക് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ആളുകൾ വന്ന് സന്ദർശിച്ചിട്ട് പോലും നമുക്ക് സൈലൻ്റാണ്. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളെ നമുക്ക് ലൈബ്രറിക്ക് പ്രവേശനമില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം ചെറിയ കുഞ്ഞുങ്ങളൊന്നും ആ ഭാഗത്തൊന്നും കണ്ടില്ല. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരാൾക്കും വായിക്കണം എന്ന് തോന്നാത്ത ഒരാൾക്കും പോലും അത് വായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, ലൈറ്റിങ്, ഇവ രണ്ടും വളരെ മികച്ച രീതിയിലായതുകൊണ്ടാണ് നമുക്കവിടെ പോകുമ്പോൾ നല്ലൊരു നല്ലൊരു ഫീലിംഗ് അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതുപോലത്തെ നമ്മൾ ഫുള്ളായിട്ട് നടന്ന് കണ്ടു ആ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട്. ഇനി നമുക്ക് പ്രത്യേകം പറയാനുള്ളത് അവിടെ ഒരു ചെയർ ഡിസൈൻ ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. അതിൽ നമുക്ക് അടുത്തുള്ള ശബ്ദങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യില്ല, നമ്മളെ സംസാരങ്ങളോ ചെറിയ ടോക്കുകളോ അതൊന്നും നമ്മൾ വായിക്കുന്നതിലോ നമ്മുടെ ശ്രദ്ധയിലോ അതൊരു ഭാഗം ഇടങ്ങേറാക്കുന്നില്ല. അങ്ങനത്തെ രീതിയിലൊരു ചെയർ കണ്ടു. ആ ചെയറാണിത് കേട്ടോ. അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ട് പുറത്തിറങ്ങാൻ വേണ്ടി ഞങ്ങൾ ഒന്നുകൂടെ ഫുള്ളായി വിസിറ്റ് ചെയ്ത് ഞങ്ങൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യുമ്പോൾ ലിഫ്റ്റ് നല്ല തിരക്ക്. അത് കാരണം കൊണ്ട് ഞങ്ങൾ ലിഫ്റ്റ് തൽക്കാലം ഒഴിവാക്കി സ്റ്റെയറിലൂടെ തന്നെ താഴത്തേക്ക് ഇറങ്ങാമെന്നുള്ള തീരുമാനമായി. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് നേരം അവിടുത്തെ സോഫയിൽ കുറച്ച് നേരം ഇരുന്നു ഞങ്ങളെല്ലാവരും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി
നമുക്കെന്ന് വെച്ചാൽ ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ ഒന്നും അധികം ആളുകളില്ലാത്തതുകൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി സാധിച്ചത്. മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്, അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ നമ്മൾ ഇത്ര മ്യൂസിയം ലൈബ്രറിയൊക്കെ കണ്ട് ഫുള്ളായി കഴിഞ്ഞു. ഇങ്ങോട്ട് വരുന്ന സമയത്ത് പകലായതുകൊണ്ടൊരു വേറൊരു ഡിഫറൻറ്റ്. ഇപ്പോൾ നോക്കി നോക്കൂ, രാത്രി വളരെ ഭംഗിയില്ല കാണാൻ. സൗദി അറേബ്യ അല്ലെങ്കിലും കാണാൻ രാത്രിയാണ് ഭംഗി. ഇത്രയും കാണുന്ന ഈ വാഹനങ്ങളെല്ലാം തന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വ്ളോഗ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നേരെ റൂമിലേക്ക് പോകാൻ കേട്ടോ.